അവക്കാഡോ മാത്രമായിട്ട് ജെഫ്രിനെ പോലെയാണ്, ഒരു വികാരം ഇല്ലാത്ത സാധനമാണ്. നല്ല വൈബുള്ള ആൾക്കാര് ഞാനും ലിബിനും പോലെ പഞ്ചാരയും പാലൊക്കെ ചേർന്ന് കഴിഞ്ഞ സംഭവമായിരിക്കും. കണ്ടോ ഇപ്പൊ അവക്കാഡോയുടെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയില്ലേ? കറക്റ്റ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ നമ്മുടെ സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ്. പക്ഷേ അത്യാവശ്യമായിട്ട് ഒരു ജോലിക്കാര്യത്തിൽ നമ്മൾ പോവാണ്. ഇതൊരു ജോലിയാണ്, അവിടെ വേറെ ജോലി ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്ളോഗിങ്. അതിൽ നമ്മുടെ ലിബിൻ ഇനി അധികം നാൾ ഇവിടെ കാണില്ല, നമുക്ക് കിട്ടില്ല. കല്യാണമാണ് ഈ വരുന്ന ആഴ്ചയിലല്ല, നെക്സ്റ്റ് വീക്ക് അല്ലേ? നെക്സ്റ്റ് വീക്ക്. സോ അതിനു മുമ്പ് പുള്ളി നമ്മളെ മട്ടാഞ്ചേരിയിലെ ലോക്കൽ ഫുഡ് സ്ഥലങ്ങളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആൻഡ് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മട്ടാഞ്ചേരിയാണ്. ആൻഡ് കൊച്ചി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് ഓക്കെ കുറേ കഫേസും അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും തനി കൊച്ചി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി പോയാലേ കിട്ടും. നമ്മൾ ഇത്രയും വർഷമായിട്ട് അവിടെ പോയി ഒരു ഫുഡ് വ്ളോഗ് ചെയ്തിട്ടുള്ള, സോ കംപ്ലീറ്റ് ഒരു ലോക്കൽ മട്ടാഞ്ചേരി ഫുഡ് വ്ളോഗ് ആയിരിക്കും. ആൻഡ് ഉച്ചയ്ക്ക് പോകുന്നതിന്റെ മെയിൻ കാര്യം എന്താണ്? മട്ടാഞ്ചേരിയിൽ ബിരിയാണി. എത്ര ടൈപ്പ് ബിരിയാണി? അവൻ പറഞ്ഞത് ബിരിയാണി, ഇറച്ചിച്ചോറ് എല്ലാം കൂടെ ഒരു 3, 4, 5 എണ്ണം ഒക്കെ വരുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി അത് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്തിട്ട് രാത്രി പോയി അടുത്തത് കഴിക്കാം. കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇന്ന് അന്തുമില്ല, അന്തുന് ഭയങ്കര വിഷമം. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ചില സാഹചര്യങ്ങളിൽ വരാൻ പറ്റില്ല. നമുക്ക് നന്നായി ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുമല്ലോ. ലിങ്ക് ആദ്യം നമുക്ക് അന്തുന് അയച്ചു കൊടുക്കാം. വീഡിയോ വരുന്നതിന് മുമ്പേ നമുക്ക് അന്തുന് ഒരു ലിങ്ക് അയച്ചു കൊടുക്കാം. ഓക്കെ. നമ്മുടെ ഫുഡ് ഗൈഡ് മട്ടാഞ്ചേരി. എന്താണ് രാവിലത്തെ പരിപാടി? രാവിലെ ഉച്ചത്തെ പരിപാടി പറ. രാവിലെ 4 ദോശ വെച്ചിട്ട് വന്നിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ ബിരിയാണി കഴിക്കൂലെന്ന് ഒന്ന് ആലോചിക്കുന്നില്ലോ. നമ്മുടെ കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കൂലെന്ന് പറ. ഇപ്പൊ എത്ര ബിരിയാണി കഴിക്കണം ഇന്ന്? അതല്ല, നമുക്ക് എത്ര ബിരിയാണി കടയിൽ പോണം? ഓക്കെ, ബിരിയാണി ഉണ്ട്, പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പിന്നെ ഇറച്ചിച്ചോറുണ്ട്, പിന്നെ ഒരു ബിരിയാണി ഉണ്ട്, കഴിഞ്ഞിട്ട് വേണം എന്റെ കല്യാണത്തിന്റെ മെനു ഞങ്ങളെ കാണിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും കല്യാണം മെനു റെഡി ആക്കി തരണം. കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട്. ഇന്നലെ സാമ്പിൾ മെനു അയച്ചത് പോരാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അല്ലേ? എനിക്ക് സ്റ്റാറ്റസ് കുറച്ചും കൂടി കൂട്ടണം. ഡിസേർട്ടിന്റെ ഒക്കെ കുറച്ചും കൂടെ വീട്ടിൽ നിന്ന് വരുമ്പോ ഒന്നും എടുത്തോണ്ട് വരുന്നില്ല, വേണമെങ്കിൽ അച്ചാർ എടുത്തോണ്ട് വരാം വീട്ടിൽ നിന്ന്. ഫുൾ റെഡി ആക്കണം. അപ്പൊ ആദ്യം പോയി എങ്ങോട്ടാ? റൈറ്റോ ലെഫ്റ്റോ? ഒരാള് ഇരിപ്പ് നോക്ക്. ഗൈസ്, ഇവിടെ കൂടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എല്ലാ ഒരുവിധം ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഷോപ്പിൽ പോവാൻ പറഞ്ഞിരിക്കുന്നത്. കിട്ടുമോന്ന് അറിയാം. 100 കിട്ടുമോ? ബീഫ് ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ ബിരിയാണി, ഇറച്ചിച്ചോറ്. എന്താ ഇവിടെ ട്രൈ ചെയ്യണ്ടേ? ഇറച്ചിച്ചോറും ബീഫ് ബിരിയാണി. ഓക്കെ. സമാധാനമല്ല. എന്നെ എത്ര ട്രാഫിക് ആയിരുന്നു? എന്ത് ട്രാഫിക്? ഞങ്ങൾ ഇറങ്ങി വന്ന് നേരെ ഷോപ്പിൽ. ലിബിന്റെ കാറാണ് ഞങ്ങൾക്ക് പണി വന്നത്. അല്ല, ചോറ് ഞാൻ വേറെ ദിവസം വരേണ്ടി വരും അല്ലേ? ഫുൾ മൂഡ് ഓഫ് ആയി രാവിലെ തന്നെ. ആക്കി ഈ ലിബിൻ രാവിലെ വിളിച്ച് ഓർഡർ ചെയ്ത് വെച്ചുകൂടായിരുന്നു 3 എണ്ണം. അപ്പൊ നമുക്ക് നോക്കാം ഇവരുടെ ഈ ബിരിയാണി ആദ്യമേ ഇടാം. ക്രിസ്മസ് ഒക്കെ കാണാം. സ്മോൾ ഗ്രെയിൻ റൈസ് ആണ്. 3 പേരും ബീഫ് പറഞ്ഞ കാരണം ബീഫ് ബിരിയാണിയാണ് നല്ലതെന്ന് പറയുന്നത് ഇവിടുത്തെ. നോക്കട്ടെ. ബീഫ് എനിക്ക് കിട്ടിയ കുറച്ച് ഹാർഡ് പീസാണ്. എല്ലാ പീസും അങ്ങനെയാണോ അതോ എനിക്ക് മാത്രമാണോ? നോക്കട്ടെ. അപ്പോൾ ഇത് സോഫ്റ്റാണ്. ആ ഒരു പീസ് മാത്രമുണ്ട്. അത് ഫാറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ്. ഇതിലൂടെ കുറച്ച് കിസ്മിസും ഇതും വെക്കാം. എന്തൊരു സ്മെല്ലാ, ഭയങ്കര സ്മെല്ല്. ചോറിന്റെ ഫ്ലേവറാ. ഓ, കണ്ടാ തോന്നും മസാല ഇല്ലാതെ, പക്ഷെ ഓരോ അരിയിലും നുള്ളിപ്പറക്കി കഴിച്ചാലും ഫ്ലേവറാ. ഒന്നും വേണ്ട. ഇതൊന്നും ഈ ബീഫിന്റെ ബ്രോത്തില്ലേ,
ആ ബീഫ് വേവിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തിലും കണ്ട് കുക്ക് ചെയ്യുന്ന ബിരിയാണിയുടെ ഫ്ലേവർ. കാരണം മസാലയുടെ അല്ല, ബീഫിന്റെ ഫ്ലേവറാണ് ഈ ബിരിയാണിയുടെ അരിയിൽ. സാധാരണ ബിരിയാണിക്ക് ബീഫിന്റെ മസാലയുടെ ഫ്ലേവർ അല്ല, ഇതല്ല. ഓരോ അരിയിലും ബീഫിന്റെ ഫ്ലേവറാണ്. ചോറ് മിസ്സായി, അതുകൊണ്ട് അതിന് വേണ്ടി വേറൊരു ദിവസം വരാം. പക്ഷെ ഇത് ഒരു രക്ഷയില്ല. 2 കാര്യങ്ങളും മിസ്സിങ്, പപ്പടവും മുട്ടയും രണ്ടുമില്ല. ഇത് ഞാൻ വിചാരിച്ചു ഡേറ്റ് സ്പെഷ്യലാണ്, പക്ഷെ അത് തന്നെയാണിത് അല്ലേ? അത് ഇഞ്ചിപ്പുളി പോലെ വല്ലതാണോ? പുളിഞ്ചാന്നോ? എനിക്കൊന്നും പുളിഞ്ചാറ്. ഓക്കെ, ഇത് ഭയങ്കര ടേസ്റ്റ്, നല്ല മധുരമുണ്ട്, ചെറുതായിട്ടൊരു എന്താ പറയുന്ന ഒരു പുളിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഈ റൈസോടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് കുറച്ച് ബീഫും കൂടെ വെച്ചാൽ ഫസ്റ്റ് മീൽ ഓഫ് മട്ടാഞ്ചേരി. ഒരെണ്ണം മിസ്സായെങ്കിലും സൂപ്പർ, ഗുഡ് സെലക്ഷൻ. സാറൊന്നും പറഞ്ഞില്ലല്ലോ അഭിപ്രായം? നല്ല ടേസ്റ്റുള്ള ഫുഡിന് ഞാൻ അഭിപ്രായം പറയില്ല അല്ലേ? ശല്യപ്പെടുത്തരുത്. ഇല്ല. അപ്പൊ അടുത്ത സ്ഥലത്ത് ഇനി ബിരിയാണി കഴിക്കില്ല? കഴിയൂ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബീഫ്. ശരിക്കും ഒരു പുഴുങ്ങിയ ബീഫ് പോലെയാണ്, പക്ഷെ ഭയങ്കര ഫ്ലേവറാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കേരള സ്റ്റൈൽ മന്തി എന്ന് പറയാം, കാരണം ഫ്ലേവർ വെച്ച്. പക്ഷെ ഹൈലി റെക്കമെൻഡഡ്. ഫസ്റ്റ് പ്ലേസ് സൂപ്പർ. അടുത്ത സ്ഥലം ഇവിടെ നടക്കാനുള്ളതാണോ അതോ ദൂരമുണ്ട്? ഓക്കെ, അപ്പൊ നമുക്കൊരു ഷേക്ക് കുടിച്ചിട്ട് പോയാലോ? ആ, എന്നിട്ട് ബിരിയാണി. കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരണം. ഇറച്ചിച്ചോറ് ഞങ്ങളുടെ വീട്ടിലെത്തിച്ചു തരിക. എത്തിച്ചില്ലെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. 12 മണിക്ക് അത്രേ ഉള്ളൂ, ഇനി അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒറ്റ ഭീഷണി. എന്താണ് ഈ ലിബിന്റെ കാറാണ് നമുക്ക് പണി തന്നേന്ന്. വർക്ക്ഷോപ്പിൽ പോയി കാർ റെഡി ആവുക നോക്ക്. സ്ഥലം ഹോട്ടൽ അറഫ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. ഇതൊക്കെ വളരെ പഴയ സ്ഥലമാണ്. ലിബിൻ പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഒരു നോസ്റ്റാൾജിയ പ്ലസ് ട്രേഡ് മാർക്ക് സ്ഥലങ്ങളാന്നാ പറയുന്നത്. ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. ബിരിയാണി കഴിക്കണം, BDF കഴിക്കണം. ബിരിയാണിയും BDF കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ. അത് കഴിക്കാം. ഓക്കെ, ഇവിടെ കുറെ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്റെ അമ്മ അടുത്ത ഡോസ് കൊടുക്കും. BDF വൈകുന്നേരം ഉള്ളൂ. ഇതൊന്നും അറിയാം, തീർന്നല്ല അല്ല ഒന്നും അല്ല, വെറുതെ തള്ളി മറക്കണ്ട. ബീഫ് ഇവിടെ വൈകുന്നേരം, BDF വൈകുന്നേരം ഉള്ളൂ. ഇപ്പൊ ചോദിക്കും, പിന്നെ കൊടുക്കണം കേട്ടോ. അതെ, നോക്കാലോ. ആ, വൈകുന്നേരം മാത്രമേ ഉള്ളൂ. പണ്ട് തൊട്ട് അങ്ങനെയല്ലേ? കേട്ടല്ലോ കേട്ടല്ലോ. ആ, 10-20 ഓർഡർ നേരത്തെ ചെയ്താ. അങ്ങനെ മെനുവിൽ ഇവിടെ ഇല്ല, കണ്ടല്ലോ. വെറുതെ തള്ളി മറിച്ച്. ആ, ഇത് ബീഫ്, നല്ല ബീഫ് ബിരിയാണി വന്നു. ഇത് മട്ടൻ ബിരിയാണി. ആ, വേണ്ട, ഒന്നും കൊടുക്കണ്ട. അവിടെ വെറുതെ ഇരുന്നാൽ മതി, ഞങ്ങൾ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് BDF വാങ്ങിത്തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ. ആ, 6:30 മണി കേട്ടല്ലോ. ആ, ഇനി ഞങ്ങളെ പോലെ പാവ പയ്യന്മാരെ വഴി എത്തിച്ച് കൊണ്ടുവരരുത് ഇങ്ങനെ പറ്റിച്ചോണ്ട്. ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അവിടത്തെ കാട്ടി കൂടുതൽ മസാല ഉണ്ടെന്ന് തോന്നുന്നു. നീട്ടുള്ള റൈസാണ്. ബീഫിന് വലുപ്പമുണ്ട്, പപ്പടം ഉണ്ട്. ബീഫ് കൊള്ളാം കേട്ടോ കണ്ടിട്ട്. സൂപ്പർ. ഇതുണ്ടല്ലോ, ഇവര് മട്ടൻ പറഞ്ഞത് ആദ്യം വരെ ചേട്ടൻ പറഞ്ഞതുണ്ടെന്ന് അറിയോ? കളങ്കമില്ലാത്ത മട്ടൻ. ജഫറിനെ പോലത്തെ കളങ്കമില്ലാത്ത മനുഷ്യൻ. ഞാൻ ലിബിനെ കുറിച്ച് പറഞ്ഞാലേ, പക്ഷെ ഇന്നൊരു ഫുൾ ഞങ്ങളെ പറ്റിച്ചു നടക്കുന്ന മനുഷ്യനാണ്. അത് ഓർഡർ ചെയ്ത് വെക്കണം, ഞങ്ങൾ വരുന്നു എന്നൊക്കെ അറിഞ്ഞു. ഓക്കെ, ഇത് പറ്റിച്ചാണോ? ആ, ക്ഷമിച്ചല്ലേ? കല്യാണം ആയതുകൊണ്ട് ക്ഷമിച്ചു. ആ, സത്യമല്ലേ? തങ്കമില്ലാത്ത മട്ടൻ. ഓക്കെ, ആഹാ, ഇത് ബീഫാണോ മട്ടനാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെ വരും, കാരണം അത്രയും സോഫ്റ്റ് ആണ്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ജഫ്രിൻ ആദ്യമായിട്ട് കുറച്ച് ബീഫ് ഷെയർ ചെയ്തു. പിന്നെ അതെ, ഇതും നമുക്ക് കുറച്ച് പപ്പടവും. മിക്കവാറും ഇത് കഴിഞ്ഞ് കൊച്ചിയിൽ കുറേ പേര് വന്ന് ഫുഡ് കഴിക്കും കേട്ടോ. നോക്കട്ടെ, മട്ടനും പപ്പടവും റൈസും. മട്ടൻ ബീഫിനെക്കാട്ടി സോഫ്റ്റ്. എനിക്ക് ആക്ച്വലി രണ്ടും വേറെ ടേസ്റ്റ്. ഇതിന് ഈ കൊച്ചി ബിരിയാണി എന്ന് പറയുന്ന ശരിക്കും ഭയങ്കര വ്യത്യാസമാണ്. ഇതിൽ മസാല കുറവായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. പക്ഷെ റൈസിൽ ഭയങ്കരമായിട്ട് മീറ്റിൻ്റെ ഫ്ലേവർ കാണും. ലോങ് ഗ്രെയിൻ ആണ്, പക്ഷെ ലോങ് ഗ്രെയിൻ ആണെങ്കിലും ഷോർട്ട് ഗ്രെയിൻ ആണെങ്കിലും എന്താണെങ്കിലും ആ മസാലയുടെ ഫ്ലേവർ, മസാലയുടെ അല്ല മീറ്റിൻ്റെ ഫ്ലേവർ മൊത്തം ഈ ബിരിയാണി കാണും.
അതിന്റെ കണ്ട ആ ജ്യൂസിനെസ് കണ്ട ഇവിടെ കിടക്കുന്ന കണ്ട മട്ടനൊക്കെ. ഇത് മട്ടനാണ് ഗൈസ്, ബീഫല്ല. ലുക്ക് അറ്റ് ദിസ് സംഭവം. ഇതൊക്കെ വിട്ടിട്ടാണ് പാരീസിൽ പോയത്. ആ അങ്ങനെ പറ. ആ ഡിന്നർ എനിക്ക് കാണിച്ചിട്ട് മതി. മട്ടൺ പീസ് നോക്കിക്കേ, പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് ഫാറ്റ്, വെരി 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 വെൽക്കം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെലിഷ്യസ്നെസ്. ഈ ഡെലിഷ്യസ്നെസ് മൊത്തം ഈ റൈസിലും ഉണ്ട്. ഇതേ എടുത്തോണ്ട് പോകുന്നു. ഇല്ല, മട്ടൺ പീസ് മൊത്തം എടുത്തു. ചിക്കൻ പീസ് ഞാൻ അല്ല, ജെഫ്രന് ഇനി മറ്റേ ഷേക്ക് കുടിക്കാൻ കൊണ്ടുപോകും. ഇനി അതും തട്ടിപ്പ് പോരാ കേട്ടാ. ബ്രോ 550. മട്ടന്, ചിക്കന്, ബീഫ് ഫ്രൈ മൂന്നും കൂടെ. ഫ്രൈറ്റോ 7-Up ആ 7-Up എല്ലാം കൂടെ 550. ഭയങ്കര ലാഭമാണല്ലോ. നോർമൽ പ്രൈസ് എവിടെ? നോർമൽ പ്രൈസാ. അതെ, എന്നാ വെയിറ്റ് ചെയ്യാം എടുക്കാൻ. വേണമെന്ന് പറഞ്ഞല്ലോ. വേണ്ട, നമുക്ക് വീരാത് അടിച്ചു പോയതല്ലേ. ആ എന്നാ കഴിച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ വന്നിട്ട് കഴിക്കും. ബിരിയാണി കഴിച്ചിട്ട് കഴിക്കാമല്ലോ. മൊത്തം കഴിച്ചോണോ? ആണോ? ആ കൊടുത്തോ. പൈസ ലിബിന, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ പ്രൊഡ്യൂസർ അല്ല ലിബിന, കൊടുത്തോണോ എല്ലാം. തീർക്കൊണ്ട് ഫുൾ തീർത്തോ. കൊള്ളാവോ? ഇനി ഇതിന് ഷേക്ക് കുടിക്കാൻ പോണം. അതിന് രാത്രി അടുത്ത ഫുഡ് വ്ളോഗ്. എന്തല്ലേ പിന്നെ തൃശ്ശൂര് മാത്രം നോക്കിയാൽ മതി. അയ്യോ, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞങ്ങൾ ഒരു തൃശ്ശൂരിൽ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്തത്. അങ്ങനെ ഒരു ലെജൻഡറി കടയൊന്നും അല്ല, പക്ഷെ കുറെ ടൈപ്പ് ഷേക്സും ജ്യൂസും ഒക്കെ കിട്ടും പറഞ്ഞു. രാത്രി നമ്മൾ മെയിൻ സ്ഥലത്ത് പോകും. ഓക്കെ, കൊള്ളാലോ. പിസ്ത, മാംഗോ, ഷമാം, ഗ്രേപ്പ്, പാഷൻ ഫ്രൂട്ട്, കിവി, എല്ലാത്തിലും കസ്കസും ഉണ്ട്. എനിക്ക് പിസ്തയെ തുടങ്ങണം. എന്തിൽ തുടങ്ങും? അത് ചിക്കു ആണോ? എനിക്കത് മതിയോ? ചിക്കു ഷേക്ക് ഞാൻ ഓർഡർ ചെയ്താ. അത് ഒരു വായിൽ ഇല്ലല്ലോ. അത് മതി. മധുരം കുറവാ, ജെഫ്രിന് ഓക്കെ ആയിരിക്കും. നോക്ക്, ഷമാം ലിബിന്റെ ആണ്. അല്ല, വെള്ളം കുറച്ച് കൂടുതൽ പോലെ ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ട്. കാരണം ഷമാമിൽ കുറച്ചും കൂടെ മിൽക്ക് വരണം. കുറച്ച് വെള്ളം കൂടിയ പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ്. ഞാൻ കുടിച്ചോട്ടെ. എന്റെ അല്ലാതെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഞാൻ ആർക്കും കൊടുക്കാതെ ഇവിടെ മാറ്റി വെച്ചിരിക്കുക. കൊടുത്തോ? അവൻ കുടിക്കില്ല, അവൻ ചിക്കു കുടിക്കില്ല. ചിക്കുവിനെ കുടിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കുടിക്കുന്നത്. ഇത് കൊള്ളാം. ഐസ്ക്രീം അല്ല, പിസ്തയുടെ ഫ്ലേവറുള്ള മിൽക്കാ. ആ കസ്കസും എല്ലാം റിഫ്രഷിംഗ് ആ, പക്ഷെ ക്വാണ്ടിറ്റി കുറവാട്ടാ. റേറ്റ് 60 രൂപയല്ലേ ഉള്ളൂ. ഇത് 60 അല്ലേ? എനിക്കറിയില്ല, 40 ഉള്ളോ? ഓ, ഭയങ്കര ലാഭമാണല്ലോ. 40 റുപ്പീസേ ഉള്ളൂ അല്ലേ? അപ്പൊ 3 എണ്ണം കുടിക്കാം. അപ്പൊ കറക്റ്റ് ആവും. ഒരാള് 3 എണ്ണം. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. റെസ്റ്റ് ചെയ്തിട്ടെ നമുക്ക് വൈകുന്നേരം പോവാം. ഒരെണ്ണം കൂടെ ലിബിന്റെ നിർബന്ധത്തിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ബാക്കി വൈകുന്നേരം, ശേഷം വൈകുന്നേരം പൊറോട്ടയും ബീഫൊക്കെ കഴിക്കാനുള്ളതാ. തലച്ചോറ് വരെ കഴിക്കാനുള്ളതാ. ബർഗർ വേണമെന്ന് വേണ്ട, ഒരെണ്ണം കഴിക്കാൻ ചേച്ചിക്ക് വിഷമാവുന്നു. എന്താ ജെഫ്രി ഇത്? അറിഞ്ഞില്ല. കൊള്ളാവോ? അല്ല, അന്തൂന് ഇഷ്ടപ്പെടുവോ? അയ്യോ പാവം, എന്തിനാണ് വെറുതെ. ഇപ്പൊ ഞാനുള്ള ബിരിയാണി മൊത്തം ഞാൻ അയച്ചു കൊടുത്തു. വയറിളകുന്നു, നമ്മുടെ വയറിളകുന്നു. ബെസ്റ്റ് മാംഗോ എന്നാലും കുഴപ്പമില്ല, കുടിച്ചോ. വഴക്കിട്ടെന്ന് വിചാരിച്ച് കുടിക്കുന്നത്. ബാ, അപ്പൊ ഇനി ബാക്കി വൈകുന്നേരം കാണേ. ലിബിൻ ബില്ല് കൊടുത്തോ, വീട്ടിൽ കൊണ്ടുവിടാം ഞങ്ങള്. ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നല്ല പൊറോട്ടയും ബീഫ് കറി എന്തൊക്കെയോ മട്ടാഞ്ചേരി സ്പെഷ്യൽ കഴിക്കാനായിട്ട് ലിബിൻ പണി വന്നിരിക്കുവാണ്. പുള്ളി കല്യാണ ചക്കനാണല്ലോ, അതിന്റെ ഓട്ടത്തിലാണ്. ഇതുവരെ വന്നിട്ടില്ല, അതിപ്പോ വരാത്. അത് അടിപൊളിയായിരിക്കും. കൊച്ചിയുടെ തനി ലോക്കൽ ഡിന്നറാണ് നമ്മൾ തപ്പി കഴിക്കാൻ പോകുന്നത്. അത് ലിബിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം, എന്നിട്ട് ബാക്കി അങ്ങനെ അമ്മ ഇപ്പം നമ്മളെ വയറ് നിറച്ചു വിടും. അത് പോകണ്ട, കേറണ്ട. അമ്മയും ഫുഡാണ്, മറ്റേ ലിബിനും ഫുഡിന്റെ ആളാണ്. അതെ. എത്ര പേര് വേണം നിനക്ക്? 2 പേർക്ക് ഭക്ഷണം വാങ്ങി തരുമോ? വന്നപ്പോ തന്നെ ചോദിച്ചു 2 പേരേ ഉള്ളൂന്ന്.
നിനക്ക് എത്ര പേര് വേണം? ഞങ്ങളെ 7 മണി തൊട്ട് ഇവിടെ വെയിറ്റിംഗ്, അറിയോ? ബ്ലഡി ഫുഡ്. 7 മണിയാ? ആ. 5 മിനിറ്റ്. മറ്റേ ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലത്തിന് എവിടെ പോയേക്കുവായിരുന്നു? അല്ല നമുക്ക് കല്യാണത്തിന് ഫുഡ് റെഡി ആക്കട്ടെ, അതിനാണ്. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടായിരിക്കണം. ഫുഡ് കുളമാണെങ്കിൽ കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങള് കെട്ടുന്നതിന് മുമ്പ്, താലി കെട്ടുന്നതിന് മുമ്പ് ഫുഡ് വന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങള് കെട്ടാൻ സമ്മതിക്കുള്ളൂ. താലി കൊണ്ട് ഞങ്ങൾ പോകും. ആദ്യമേ ഇങ്ങനത്തെ ഒരു തട്ടുകടയിലാണ് ഡിന്നറിന് കൊണ്ടുവന്നിരിക്കുന്നത്. ലൊക്കേഷനൊക്കെ ഞാൻ പയ്യെ മാപ്പിലേക്ക് ഇടാം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇവിടുത്തെ ഭയങ്കര സംഭവമാണെന്നാണ് കേട്ടത്. ഇവിടെ ബ്രെയിൻ ഒക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോന്നുന്നുണ്ടാവല്ലോ. ആദ്യമേ നമുക്ക് കഴിക്കേണ്ടത്, ഞാൻ ചിക്കൻ കഴിക്കും. ബ്രെയിൻ. ഞാൻ ചിക്കനും ബ്രെയിൻ കഴിക്കാതെ ഇനി മേലെ ഒരു ഫുഡ് ബ്ലോഗിൽ വരില്ല. ബ്രെയിൻ കഴിക്കാനായിട്ട് ഞങ്ങൾ എത്ര കഴിക്കും. ഇതില് സെലക്ഷൻ മൊത്തം ലിബിന്റെ ആയിരിക്കും. ഓക്കെ, ഈ മട്ടാഞ്ചേരിയുടെ ചുമതല മൊത്തം ലിബിന്റെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അടിപൊളി, നമുക്ക് നല്ല വിശപ്പുണ്ട്. എന്താ എല്ലാം എടുക്കാം, കൈ ചൂണ്ടി ഓരോന്ന് എടുക്കാം. അതെന്തായാലും വേണം. ബ്രെയിന്, BDF വേണം, ചിക്കൻ 65 അല്ല ഇത് വേണം, ഒലത്ത് അത് വേണം, ഇത് ബീഫ് ഒലത്ത് വേണം, ലിവർ വേണം. പിന്നെന്താ, ഇതെന്താ, അത് വേണ്ട, ഇത് കൊണ്ടാട്ടം അതും വേണം. ഓക്കെ, ഇത്ര എടുക്കാം. 1 2 3 4 5 6. പത്തരി ഇല്ല, അപ്പം മതി. അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, എല്ലാം കൂടെ എടുക്കാം. ഇത് ചിക്കൻ ഫ്രൈയുടെ പൊടിയാണ്. ഇത് ഇട്ടിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ എന്തായാലും എടുക്കാം. റെഡി. ചിക്കൻ ഫ്രൈ പിച്ചിയാണ് ഇടുന്നത്, അല്ലാതെ ഫുൾ പീസ് ആയിട്ടല്ല. അത് വേറെ. ഇത് കൊള്ളാമല്ലോ. അതുകൊണ്ടാ ചിക്കൻ ഫ്രൈ പിച്ചി മറ്റേ ബോൺലെസ് രീതിയിലൊക്കെ കഴിക്കില്ലേ? ബോൺലെസ് കഴിക്കില്ലേ? എങ്ങനെ വേണേലും കഴിക്കും. അത് കൊള്ളാം. ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആണോ? ഇത് ചിക്കൻ ഫ്രൈയിൽ സവാളൊക്കെ വേറെ ഇടും. അപ്പൊ അത് കൊള്ളാം കേട്ടോ. ആദ്യം എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്പൊ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. ഇതെന്താ? ഇത് മറ്റേ ചിക്കൻ ഫ്രൈ. ഇത് മറ്റേ ചിക്കൻ തുടരുത്, എനിക്ക് ഫോട്ടോ എടുക്കാനുള്ളതാ. ഫോട്ടോന്റെ എസ്തെറ്റിക്സ് പോയി. കേൾക്കില്ല, ഫുഡ് വരുമ്പോ അങ്ങനെയാണല്ലോ. ഇത് പാരീസിൽ ഇതൊക്കെ കിട്ടുമോ? അത് പറ. ഇത് ജെഫ്രി കഴിച്ചാ? ഇത് ബ്രെയിൻ ആണ്. ഇത് കണ്ടത് ജെഫറിന് മുമ്പ് തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത്. ബീഫ് ഫ്രൈ നോക്കതിരിക്കുന്നത്. ഓ, ഇത് പൊളിക്കും കേട്ടാ. കല്യാണം ആയതുകൊണ്ട് ലിവിൻ ഡയറ്റിംഗ് ആണ്. പൊറോട്ട കഴിക്കില്ല, ബീഫ് ഫ്രൈ കഴിക്കില്ല, ഇടിയപ്പം മാത്രമേ കഴിക്കൂ. വെറും ഇടിയപ്പം അല്ല, വേണമെങ്കിൽ ഒരു പഴം തരാം. അടുത്തത് ഒരുമിച്ച് വെക്കാം. ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരുമിച്ച് വെക്കാം, എങ്കിൽ എടുക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ വെക്കാം. എല്ലാം കണ്ടിട്ട് വരുമ്പോണ്ടല്ലോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ഓക്കെ, അത് സൂപ്പറാണോ? അന്നൊരു തൊട്ട് പോരുത് കേട്ടല്ല. ഏതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ തൊടാൻ പാടുള്ളൂ. ഏതാ ഇഷ്ടം? എനിക്കല്ല ഇഷ്ടം. പാവം കണ്ട, ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗ്രേവി മുക്കി കഴിക്കുന്നു. അതും ടേസ്റ്റ് ആയിരിക്കും. എന്താ എരിവാണോ? ഇല്ല, നല്ല ടേസ്റ്റാണ്. BDF, ബീഫ് ഒലത്തിയത്, ചിക്കൻ ഒലത്തിയത്, ചിക്കൻ കൊണ്ടാട്ടം, ഇത് ചിക്കൻ ഫ്രൈ സ്പെഷ്യല്, ബ്രെയിന് എല്ലാം വന്നു. ഓക്കെ, ഇങ്ങനെ തമിഴിൽ നിങ്ങൾക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടുന്നവരെ എടുക്കുക. കിട്ടിയിട്ടേ ബാക്കിയൊക്കെ തൊടാൻ പറ്റുള്ളൂ. നല്ല ഫോട്ടോ കിട്ടുമ്പോഴത്തേക്ക് ഇത് കാലിയാവും. അപ്പൊ ആദ്യമേ തന്നെ ഏതാ സൂപ്പർ? BDF എനിക്ക് ഇഷ്ടപ്പെട്ടു. BDF നോക്കട്ടെ. ഓക്കെ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു BDF ആണ്. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ കാണാം. BDF തന്നെ തുടങ്ങാം. സൂപ്പറാണ്, ഫ്ലേവർ സൂപ്പറാണ്. പക്ഷെ കുറച്ച് ഓവർ ഫ്രൈ ആയിപ്പോയി തോന്നുന്നു. കുറച്ച് ഹാർഡാണ്. ഓ, കൊടുക്കത്തെ ഫ്ലേവർ ആക്ച്വലി ഇടിയിറച്ചിയിട്ടൊക്കെ ഫ്ലേവറാണ് വരുന്നത്. അതെ, പൊറോട്ടയും അതുപോലെ തന്നെ ഇവർ ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ നോക്കട്ടെ. ആ പൊടിയൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഒരു രക്ഷയില്ലാതെ ആക്കിയിട്ടുണ്ട്. അമ്മോ, ഒന്നും പറയാനില്ല. ഓ, ആ പൊടിയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. എന്താ പറയുന്നത്, ചിക്കൻ തവ ഫ്രൈഡ് ഒക്കെ ഒരു ടേസ്റ്റ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല മുളകിന്റെ ഫ്ലേവർ ഉണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വീണ്ടും കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഫ്ലേവർ ഉണ്ട്. വലിയ ചിക്കൻ ഫ്രൈ
എടുത്തിട്ട് അവര് ചെറുതാക്കി, പക്ഷെ ഭയങ്കര ഫ്ലേവർ. സാധാരണ ചിക്കൻ ഫ്രൈഡ് കുറച്ച് നടുക്കെത്തുമ്പോഴപ്പോൾ ഡ്രൈ ആവും, മസാല കിട്ടില്ല. സവോള ഇട്ട് പിന്നെ ഫുൾ ചിക്കനിൽ മസാല ഉണ്ട്. ഓ കൺഗ്രാറ്റുലേഷൻ, ഈ സ്ഥലം കണ്ടുപിടിച്ചല്ലോ. ഇതെന്താ? ചിക്കനാ ഇത്? ചിക്കൻ കൊണ്ടാട്ടം. എന്റെ അമ്മ, ഭയങ്കര ടേസ്റ്റ്. നോക്കട്ടെ. ഓ കാട്ടം, അടിപൊളി. ഓ ഇതൊരു നാടൻ ചില്ലി ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ്, നല്ല ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ബീഫ് ഒലത്ത് നോക്കട്ടെ. ഒരു ചെറിയ സവാളയൊക്കെ എടുത്ത് ആ ബീഫിൻ്റെ ഞാൻ കാണിച്ചു തരാം. വേണ്ട മസാല കണ്ട, മൊത്തം മസാലയിൽ പിടിച്ചിരിക്കുവാണ്. എൻ്റെ അമ്മോ, ഇതാ. ഓ ഒടുക്കത്തെ ടേസ്റ്റ്. ചിക്കൻ കൊണ്ടാത്ത സെയിം തിങ് ബട്ട് ബീഫ്. ഇത് ചൈനീസ് കേരള, അടിപൊളി കോമ്പിനേഷൻ. ഇത് നോക്കട്ടെ, നമ്മുടെ ബ്രെയിൻ ആദ്യം ഇനി എങ്ങനെ അടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പൊറോട്ടയും ബ്രെയിനും നല്ല പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കാണാം. ഓ എനിക്ക് ബ്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്രീമി ടെക്സ്ചറാണല്ലോ അതിൽ. ആ ഭയങ്കര ഒരു ബ്രെയിനിനെസ് കിട്ടാതെ അതിൻ്റെ ഈ സ്പൈസസിൻ്റെ ഫ്ലേവറും ഒരു എന്താ നമ്മുടെ ഒരു ഹമൂസിലൊക്കെ നിൽക്കുന്നില്ല, ആ ഒരു ടെക്സ്ചറാണ്. പക്ഷേ ഫ്ലേവർ ഇസ് ലൈക്ക് ഒരു ക്രീമി ബ്രെയിൻ ആൻഡ് ഒരു ചില്ലി, ഗാർലിക്, ഷാലറ്റ്സ് എല്ലാത്തിനും കൂടെ ഒരു ഫ്ലേവറാണ്. ഭയങ്കരമായിട്ട് എൻജോയ്, ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ബ്രെയിൻ ട്രൈ ചെയ്യാം. ജെഫ്രി ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ കഴിച്ചു. എന്നിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിലും എന്തോ എന്ത് ആ ഒരു ആലോചിക്കുമ്പോൾ അല്ലേ, അങ്ങനെ ആലോചിക്കാൻ പാടില്ല. ഇനി ഇവരുടെ ബീഫ് ഫ്രൈ ഒന്ന് നോക്കട്ടെ. കുറച്ച് സവാള, ഒരു പൊറോട്ട പീസ്, ഇവരുടെ ബീഫ്. എൻ്റെ അമ്മോ, ഇത് ഉറപ്പായി ഈ വ്ളോഗ് കാണുമ്പോൾ വായിന്ന് വെള്ളം വരുന്നു. ജെഫ്രിന്റെ തന്നെ അന്തുവിന്റെ. ഇനി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വാങ്ങിക്കൊടുക്ക് കൊടുക്ക്. പിന്നെ മറ്റേ ഇവിടുത്തെ ഏതിന്റെ പാഴ്സലാ? അവക്കാടോ? അത് പോന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യും. നോക്കട്ടെ. അപ്പൊ പൊറോട്ടയും ഇവരുടെ ബീഫ് ഫ്രൈയും. എല്ലാത്തിനും ഡിസ്റ്റിങ് ഫ്ലേവേഴ്സ് ആണ്. നല്ല ബീഫ് ഫ്രൈ, നല്ല മൊരിഞ്ഞ് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ബി ഡി എഫ് കാട്ടി ടേസ്റ്റ് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതാണ് കാരണം ബി ഡി എഫ് കുറച്ച് ഹാർഡാണ്, മസാല സൂപ്പർ ആണെങ്കിലും ആ ഇത് പക്ഷെ സൂപ്പർ സോഫ്റ്റ് ആണ്, ഒടുക്കത്തെ ഫ്ലേവർ ആണ്. ഇത് രണ്ടും സൂപ്പറാണ്. ഇത് സൂപ്പറാണ്, ഇത് സൂപ്പറാണ്. ഇതെന്താ ചിക്കൻ ഒലത്ത്? അത് കഴിച്ചില്ല, അതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചിക്കൻ ഒലത്ത് കുറച്ച് പൊറോട്ടയും കൂടെ വെച്ച്. പൊറോട്ട തീർന്നോ? അതെ, വേറെ ഉണ്ടല്ലോ, നോക്കട്ടെ. അത് കൊള്ളാം, നല്ല ഫ്ലേവർ. അത് നമ്മുടെ ഒരു ചിക്കൻ റോസ്റ്റ്, അധികം ഗ്രേവി ഇല്ലാതെ. ആ പക്ഷെ എന്താ പറയുക, എല്ലാത്തിനും ഭയങ്കര ഒരു ലോക്കൽ ടേസ്റ്റ് ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരു ടേസ്റ്റ് അല്ലേ ഇത്? മസാല അത് ഭയങ്കര സ്പൈസി അല്ല. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്പൈസി ഉള്ളൂ. ലിബിൻ പറഞ്ഞ ഭയങ്കര സ്പൈസി. എനിക്കൊരു സ്പൈസി ചെയ്തു. ആ പാരിസ് പാലറ്റിലേക്ക് അഡ്ജസ്റ്റ് ആയി പോയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് കൊച്ചിക്കാർക്ക് ഇതൊക്കെ ഓക്കെയാ. നമുക്ക് ഇച്ചിരി കൂടെ വേണം. പിന്നെ നാളെ രാവിലെ അല്ലേ നമ്മളോട്? അതെ, നമുക്ക് ഈ മണിപ്പുട്ട് ഒന്ന് ഉടച്ചിട്ട് പപ്പടം കിട്ടുമോ? അത് കിട്ടില്ല, കുഴപ്പമില്ല. ഇതിങ്ങനെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ഇതിന്റെ ഗ്രേവി എടുത്ത് ഇതിലേക്കൊന്ന് ഒഴിക്കാം. വെറുതെ ആൾക്കാരെ കൊതിപ്പിച്ച് ആൾക്കാരെ കൊതിപ്പിച്ചിട്ട് ഇരിക്കട്ടെ. ഞാൻ ഒരു പാവിയാണ് ജെഫ്രി. നോക്കട്ടെ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ബീഫ് വെക്കാം. ബീഫ് എല്ലാം കൂടെ വെക്കും. വേണ്ട, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാമല്ലോ. മിക്സ് ചെയ്ത് ഒറ്റടി എല്ലാം. ഓ ഗ്രേവിക്ക് എന്തോ ടേസ്റ്റാ. നല്ല ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറിയുടെ ഗ്രേവി. ബീഫിനൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു സന്തോഷത്തിന് ചുമ്മാ ഇങ്ങനെ കഴിക്കാമെന്നേ ഉള്ളൂ. വേണ്ട, ഞാൻ സന്തോഷിച്ചോളാം. ഞാനും സന്തോഷിക്കും. ഓ ആദ്യമായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ കഴിക്കണേന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എവറിത്തിങ് ഇസ് ഗുഡ് അതർ ദാൻ ദ BDF. പക്ഷേ സോ ഫസ്റ്റിൽ ഈ കുറച്ച് അപ്പം അല്ലാതെ ബാക്കി എല്ലാം കാലിയായി. സൂപ്പർ റെക്കമെൻഡഡ് അല്ലേ? ഒരു രക്ഷയില്ല. ഫൈനൽ ടച്ചിങ്സ് ജെഫ്രി തീർക്കുന്നു. ഇതൊരു ഈ രാത്രിയുടെ ഒരു തുടക്കം മാത്രം. അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരാൾ ഫുള്ളായി,
പേടിയാന്ന് ഹാർട്ട് അറ്റാക്ക് വല്ലതും വരുമോ? പോവാം, അടുത്ത സ്ഥലത്ത് പോവാം. റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അറിയാലോ. ആ ബാ. ഓംലെറ്റ് അടിക്കാൻ മറന്നുപോയി. ഇവിടെ എല്ലാരും ഓംലെറ്റ് അടിക്കുന്നുണ്ട്. ട്രിപ്പിൾ ഓംലെറ്റ്. ഓ അതാണ് ഇപ്പം പറഞ്ഞേ. ഞാൻ അടുത്ത് കളിയാക്കി പറഞ്ഞു. എല്ലാരും ശരിക്കും ഉണ്ട്. വേണ്ട അടുത്തതിൽ പോകാനുള്ളതല്ല, അതൊരു മെയിൻ സ്ഥലമല്ലേ. 150. എത്രയും 750. ഇത്രയും കഴിച്ചിട്ടാ? നല്ല കുറവാ. എനിക്കത് ശരിക്കും 750 വിത്ത് പെപ്സി അല്ല വിത്ത് 7up. അതിനും കൂടെ ചേർത്താ? അല്ലെങ്കിൽ ഒരു 80 രൂപ പറഞ്ഞാല്. അത് 80 രൂപ പറഞ്ഞാൽ എന്റെ അമ്മോ. 690. പാരസ് കിട്ടോ? 650 രൂപ അല്ല. 25,000 രൂപയ്ക്ക് ലഞ്ച് കിട്ടും. കണ്ട, അതാണ് എപ്പോഴേ പറഞ്ഞ പാരസ് ഒക്കെ നിർത്തി ആ കൊച്ചു മതി നമുക്ക്. അതാണല്ലോ. അതെ, നമുക്ക് നടന്നു പോയാലോ? വേണ്ട, മാത്രം പറയരുത്. ഭാഗ്യത്തിന് 1 കിലോമീറ്റർ ദൂരെ പാർക്കിംഗ് കിട്ടിയ ബാലൻചേട്ടന്റെ കടയിൽ പോകാനായിട്ട്. അതാണ് എനിക്ക് പാർസൽ ഉണ്ടെന്നത്. ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങോട്ട് 1 കിലോമീറ്റർ, തിരിച്ചൊരു കിലോമീറ്റർ. ഇവിടെ എവിടെയെങ്കിലും ഒരു ഡെസേർട്ട് തനി സ്വരൂപം കാണാം കേട്ടാ. നോക്കിക്കോട്ടാ തിരിച്ചു വരുമ്പോ. ഓഫി എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യണല്ലോ. കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിലും അടിപൊളിയാന്ന് പറയുന്നത്. ഇപ്പോഴും നല്ല തിരക്കാണ്. സോ സിറ്റി സ്റ്റാർ ഹോട്ടൽ ബാലൻചേട്ടന്റെ കട എങ്ങനെയുണ്ടോ നോക്കാം. സമാധാനമല്ല പയ്യെ നടന്നു വന്നപ്പോ. ഇവിടുത്തെ മെയിൻ സംഭവം മട്ടൻ ചോപ്സ് ആയിരുന്നു. അത് കഴിഞ്ഞു. പയ്യെ നടന്നിട്ട് ആരായിട്ട് ആദ്യം ഇവിടെ ഇരുന്നത്? ഞാൻ അത് ഞാൻ വെളി വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ ബീഫ് ഫ്രൈ, ബീഫ് റോസ് 3 പൊറോട്ട. സ്ക്വയർ പൊറോട്ടയാണോ? ആണോ? അല്ലെങ്കിൽ സ്ക്വയർ ആക്കി തന്നോ? മട്ടനൊക്കെ തീർന്നു പോയി. എന്തായാലും ട്രൈ നോക്കാം. ഇവിടെ വന്നതല്ലേ, മട്ടാഞ്ചേരിയുടെ ഒരു ഐക്കൺ അല്ലേ. അതെ, എടുക്കാൻ പറ്റുമോ? ഇയാളെ ഒന്നിനും സംഭവിക്കില്ല. നടത്തിച്ചില്ലേ? ഇനി ഞാൻ വേറെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ പിടിക്കാൻ പോവാ. വ്ലോഗ് ചെയ്യാൻ ലിബിന്, ഞാൻ, അന്തു, വേറൊരു സബ്സ്ക്രൈബർ. നിങ്ങൾ ആ ട്രെയിലറിൽ കണ്ട ഷോട്ട് ഇപ്പൊ എടുക്കുമായിരുന്നു. ഒരു 5 ടേക്ക് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതോടെ പൊറോട്ടയും കഴിഞ്ഞു. സമാധാനമായില്ല. മുഖത്തെ എക്സ്പ്രഷനേ ഇല്ല. എക്സ്പ്രഷൻ ഉള്ള ഒരു സാധനം വേണ്ട, മതി ഞങ്ങൾക്ക്. സംഭവം എങ്ങനെയുണ്ട്? എയർ പൊറോട്ട. ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ പൊറോട്ടയുടെ മെയിൻ തിങ് എന്താ പറയുക? ഭയങ്കര തിന്ന അല്ലെ, ഒരു റൊമാനി റൊട്ടിയുടെ പോലെയാണ്. സാധാരണ പൊറോട്ടയുടെ അത്ര ഫ്ലേക്കി അല്ല, എന്നാലും അത്യാവശ്യം ഈ വലുവൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ ഞാൻ ആദ്യമേ ബീഫ് റോസ്റ്റ് നോക്കാം. ഇനി ഇത്രയും ലൈറ്റ് പൊറോട്ട വരെ എവിടെയും കണ്ടിട്ടില്ല. എന്താ വേണ്ടേ? ഓ, വെറൈറ്റി ടേസ്റ്റ്. സാധാരണ ടേസ്റ്റ് അല്ല. എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ്. അതേപോലെ തന്നെ ഫ്രൈ. ബീഫ് ആക്ച്വലി കുറച്ച് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ബീഫാണ്. ഭയങ്കര സ്മൂത്താണ്. സോ ലൈറ്റ്, ഭയങ്കര ലൈറ്റ്. അത് ബീഫ് ഫ്രൈയും കൂടെ നോക്കട്ടെ. എന്ത് ഒരു പൊറോട്ട കൂടെ പറ. ഒരെണ്ണം മതി നോക്കട്ടെ. പൊറോട്ടയും ബീഫ് ഫ്രൈ വേറെ ലെവലാണ്. യുണീക് ടേസ്റ്റ്. ബീഫ് ടേസ്റ്റ് യുണീക്കാണ്. ബീഫിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. തേങ്ങാക്കൊത്തൊന്നുമില്ല, പക്ഷെ മസാല ഭയങ്കര ലൈറ്റാണ്. ബീഫില് മസാല നമുക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നിയാലും കഴിക്കുമ്പോൾ അത്രയും മസാല ആയിട്ട് തോന്നില്ല. അതുപോലെ പൊറോട്ടയും ലൈറ്റാണ്. ഈ പൊറോട്ട ആക്ച്വലി പഞ്ചസാരയുടെ മുക്കി കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത്രയും അടിപൊളി പൊറോട്ട. ചായ മുക്കി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബീഫ് ഫ്രൈയും എടുക്കാം, ബീഫ് റോസ്റ്റും എടുക്കാം. വെറുതെ ഹൈപ്പല്ല, ടേസ്റ്റ് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും കൂടെ വെച്ചു. എന്നാ വെച്ചോ. ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലെ, പൊറോട്ട വെച്ചുള്ള ഒരു ഷെയ്ക്ക് ഹാൻഡ്. കണ്ടിട്ടുണ്ടോ ഇതൊക്കെ പാരീസില്? ഞാൻ പാരീസിൽ നിന്ന് പറയുമ്പോൾ 25,000 രൂപയുടെ ലഞ്ച് അത് വേണ്ടി വന്നു. സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഇവിടെ ടിഷ്യൂ പേപ്പർ ഒന്നുമില്ല, ഈ ന്യൂസ് പേപ്പർ വെച്ചാണ് കൈ തുടയ്ക്കുന്നത്. കൈ തുടച്ചിട്ട് നേരെ ഇങ്ങോട്ട് കയറിയും. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര നോസ്റ്റാൾജിയ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡ്. ഒന്നും കുറ്റം പറയാനില്ല. റേറ്റ് എത്രയെന്ന് ഇപ്പൊ പറയാം. എത്ര 220. 3 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ഒരു കട്ടൻ ചായ. അടുത്ത സ്ഥലത്ത് കയറാം. അടുത്ത സ്ഥലം തൊട്ടടുത്താണ്. രാത്രി വരെ ഇവിടെ ഒരു തിരക്കുള്ള സ്ഥലമാണ്. നമ്മുടെ ആവക്കാടോ മാത്രം കിട്ടുന്ന ഒരു സ്ഥലം ഇതാണോ? ഓക്കെ, ഷേക്ക് മതി. എല്ലാം കിട്ടും അല്ലേ? പണ്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ആവക്കാടോ മാത്രം കിട്ടുന്നത്. ആവക്കാടോ ഷേക്ക്. കുറെ ആവക്കാടോ, പഞ്ചസാര, പാല്, വേറെ ഒന്നുമില്ല.
ജെഫ്രിന്റെ വിചാരം ഐസ്ക്രീം ഒക്കെ വേണം. ഇത് കുടിച്ചു നോക്കുമോ? ഐസ്ക്രീം ഒക്കെ മാറി നിൽക്കും അങ്ങോട്ട്. ഞാൻ കുടിച്ചിട്ടുണ്ട്. എപ്പോ? ഖത്തറിൽ വെച്ച്. ഈ ഖത്തറും പാരീസിന്റെ കാര്യമൊന്നും ഇവിടെ കേൾക്കണ്ട. പറയുകയാണെങ്കിൽ ജപ്പാൻ. അതെ, പാരീസിന്റെ കാര്യം ഇവിടെ. ജപ്പാൻ ഞങ്ങൾ പൊക്കോളിട്ട് അവിടെ ജപ്പാൻ പറയുകയാണെങ്കിൽ ജപ്പാൻ, അല്ലെങ്കിൽ പിന്നെ കൊച്ചി. ഇത് രണ്ടും പറഞ്ഞാൽ മതി. ഇല്ല, ഒരു പാരീസും ഖത്തറും വന്നിരിക്കുന്നു. ഖത്തറിലെ മാർക്കോ ഇത്രയും തിക്ക തുറന്നു വെച്ചടിച്ചാലും തെറിക്കില്ല. നാലേജ് നോക്ക് അവിടെ കട്ടി നോക്ക്. നിങ്ങൾ കുടിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ആവക്കാഡോ ഷേക്ക്. ഒരു രക്ഷയില്ല. ആവക്കാഡോ മാത്രമായിട്ട് ജെഫ്രിനെ പോലെയാണ്, ഒരു വികാരം ഇല്ലാത്ത സാധനമാണ്. നല്ല വൈബുള്ള ആൾക്കാര് ഞാനും ലഭിക്കും പോലെ പഞ്ചാരയും പാലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ സംഭവമായിരിക്കും. കണ്ടോ ഇപ്പൊ അവക്കാഡോന്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയില്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ വയറ് ഫുൾ ആയത് കാരണം ഒന്നും പറയുന്നില്ല. ഞാൻ സ്കോർ ചെയ്തു അത് തന്നെ. നോക്കിക്കോട്ടാ. ഓ, ശരിക്കും ഐസ്ക്രീം ഇട്ട് കുടിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. ഇപ്പോഴേ ആ ടേസ്റ്റിങ് വായിക്കിടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷേക്ക് അവക്കാഡോ ഷേക്കാണ്. എനിക്ക് ഷാർജ ഷേക്ക്. ഇത് കുടിച്ചു നോക്കുമോ? അല്ല, എനിക്ക് ഇഷ്ടമുള്ള നോക്ക്. മട്ടാഞ്ചേരി ഭയങ്കര ചൂടാട്ടോ. മട്ടാഞ്ചേരി ചൂടൊന്നുമല്ല, വയറധികം കഴിച്ചോണ്ടാ. താങ്ക് യു. എന്തേ സൂപ്പർ അല്ലേ? ഓ അടിപൊളി കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ? ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ബട്ടർ ഫ്രൂട്ടിന് പറയുന്നത് മേ ബി ഇറ്റ്സ് സ്മൂത്ത് ആസ് ബട്ടർ. ടേസ്റ്റ് വൈസ് ഞാൻ പറഞ്ഞ പോലെ ഷുഗറും ആ മിൽക്കിന്റെ ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഭയങ്കര മധുരമൊന്നും അല്ല. ഭയങ്കര മധുരമില്ല, ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ശരിക്കും തുറന്ന ഗ്ലാസ് കുടിച്ചിട്ടുണ്ടല്ലോ, വിശക്കില്ല. അത്രയും ഫീലിംഗ് ആവും. അല്ലെങ്കിൽ നമ്മളെ പോലെ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും പൊറോട്ടയും ഒരു 8 കറിയും കഴിച്ചിട്ട് പിന്നെ വന്ന് അവക്കാഡോ ജ്യൂസ് കുടിക്കുന്നത്. ജെഫ്രി അന്തുമായിട്ട് സംസാരിക്കുന്ന ഒരു സമാധാനം ഇല്ല. ഭയങ്കര മിസ്സായി പോയി അല്ലേ? അടിപൊളി വ്ളോഗായിരുന്നു. ഇതേ മിസ്റ്റർ അന്തു പോൾ. ഓക്കെ, ഫോൺ വിളിച്ച് കറക്റ്റ് ടൈമില് അന്തുവിന് ഒരു മാംഗോ ഷേക്ക് വേണം പാർസല്. അത് വാങ്ങാൻ പോയിരിക്കുക. മാംഗോ ഷേക്ക് പാർസൽ. ഓക്കെ, ഉറങ്ങി പോരുത്, സേഫ് ആയിട്ട് വീട്ടിലെത്തുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇനിയുണ്ട് ഒരു ഫുഡ് വ്ളോഗ് ഒക്കെ ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാനുണ്ട്. അതൊക്കെ കറക്റ്റ് ടൈം ആകുമ്പോ പറയാം. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതൊരു സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പറയുന്നത് എല്ലാവരും സ്റ്റേ ഹാപ്പി. ബൈ. ബൈ.